ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? കരിങ്കൊടി കാണിക്കൽ. ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞതാണ്, കരിങ്കൊടി കാണിക്കൽ ഇത്ര വലിയ ഒരു പ്രശ്നമുള്ള സമരമാണോ? അത് തന്നെയല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ. എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഒരു മുഖ്യമന്ത്രി എന്ന പദത്തിലിരുന്നു കൊണ്ട്, പദവിയിലിരുന്നു കൊണ്ട് ഇത്രയേറെ അധപ്പതിക്കാൻ സാധിക്കുന്നത്, ഒരു ഇരട്ടത്താപ്പ് കാണിക്കാൻ സാധിക്കുന്നത്? അനിൽ നമ്പ്യാർ, ഈ വീക്കെൻഡ് ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? കർക്കിടക മാസം 1-ാം തീയതി വെളിച്ചപ്പാട് കുളിച്ചു വന്നിട്ട് ചെങ്കല്ല് കൊണ്ടൊരു പുലിത്തോല് വരയ്ക്കുകയാണ്. ആ പുലിത്തോലിലിരുന്നു കൊണ്ട് തനിക്ക് ചുറ്റും ഇരിക്കുന്നവരോട് അദ്ദേഹം പറയുകയാണ്, ഈ പുലിത്തോല് വരച്ചിട്ട് ഞാനിതിലിരുന്നിട്ട് ഈ രാമായണ കഥ പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ രാമനാണെന്നാണ്. പിന്നീട് ഈ വായന കഴിയുന്നത് വരെ ഞാൻ രാമനാണ്. അത് അദ്ദേഹം തമാശയ്ക്ക് എഴുതിയതാണ്. ഈ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്ക് ആ വീക്കെൻഡ് കഥയാണ് ഓർമ്മ വരുന്നത്. ഞാൻ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ പ്രസിഡന്റിനും അപ്പുറമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നതെങ്കിൽ അദ്ദേഹം ആ ആകാശക്കോട്ടയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ജനങ്ങളുടെ ക്ഷമ അങ്ങേയറ്റം പരീക്ഷണഘട്ടം കഴിഞ്ഞു. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ദൂർത്ത് സഹിച്ചിട്ടും ജനങ്ങൾ അദ്ദേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്നത്. ഇവിടെ റൈറ്റ് ടു കോൾ ബാക്ക് എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നേ ഈ മുഖ്യമന്ത്രിക്ക് ഈ മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ് പുറത്തേക്ക് വരേണ്ടി വരുമായിരുന്നു. അദ്ദേഹം ഒന്ന് ആലോചിക്കണം ശ്രീ അനിൽ നമ്പ്യാർ. ഈ യാത്ര തുടങ്ങുമ്പോൾ അരിക്കുണ്ടായിരുന്ന വിലയും പച്ചക്കറിക്കുണ്ടായിരുന്ന വിലയും കടലയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഉണ്ടായിരുന്ന വിലയാണോ ഇദ്ദേഹം ആലപ്പുഴ ജില്ല കടക്കുമ്പോൾ? അല്ല. കാരണം 350 പേഴ്സണൽ സ്റ്റാഫ്, പാർട്ടി ഓഫീസിനാൽ നിയമിക്കപ്പെട്ട 350 പേഴ്സണൽ സ്റ്റാഫാണ് സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നത്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ നിത്യേന പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ 21 മഹാന്മാരുടെ വണ്ടി ഒരു മിനിറ്റ് നിർത്തിയിട്ട് അവരോട് ചോദിക്കാനുള്ള ഒരു അനുവാദം അദ്ദേഹം തരുമോ? എനിക്ക് തരുമോ? ഞാൻ പോവാം. സാർ, ഇവിടുത്തെ ഇന്നത്തെ അരിയുടെ വില എന്താണ് സാർ? ജയ അരിയുടെ വില എന്താണ്? അല്ലെങ്കിൽ പൊന്നി അരിയുടെ വില എന്താണ് ചോദിച്ചാൽ ഈ 21 മഹാന്മാർക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ രാവിലത്തെ 16 കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് 16 കോഴ്സ് ലഞ്ച്, രാത്രി 16 കോഴ്സ് ഡിന്നർ, ജനങ്ങളുടെ നികുതിപ്പണം. ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ജനങ്ങളുടെ നികുതിപ്പണം എന്താ? ഇവർ ഈ അന്തം കമ്മികളെന്ന്. ഞാൻ ഇന്ന് വരെ ഒരു വാട്സപ്പിൽ ഇത്തരത്തിലുള്ള എൻ്റെ സമൂഹ മാധ്യമത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, അന്തം കമ്മികളെന്ന്. പക്ഷേ എനിക്കിന്ന് ബോധ്യമായി. കാരണം അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ഇത് നികുതിപ്പണമാണോ? കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും പിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് നികുതിപ്പണമാവുക? ഇതല്ല ഇവർ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത്. അത് നികുതിപ്പണമല്ല. ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നോട്ടടിക്കുന്ന മെഷീനുണ്ടോ? അന്നന്ന് ജനങ്ങളിൽ നിന്നും അന്യായമായ പലിശ വാങ്ങി വെച്ച പണം, അതുപോലെ തന്നെ പഞ്ചായത്തുകൾ കുടിവെള്ളത്തിനും ഓക്സിജനും പോലും നികുതി ചുമത്തിക്കൊണ്ട് അമിതമായി ഈടാക്കുന്ന പൈസയും ഇത്തരത്തിലുള്ളൊരു ദൂർത്തിന് ചെലവാക്കുന്നതിൽ പ്രതിഷേധിക്കാനുള്ള പൗരന്റെ അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവനെ ലാത്തിക്കൊണ്ടും ഇനി ഇത് കൊല്ലത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപക്ഷെ തോക്കെടുക്കാൻ മടിക്കില്ല. ആരെ തോക്കെടുക്കാൻ മടിക്കില്ല? ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകരാണെന്ന് പറഞ്ഞ് ഇന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. അംഗരക്ഷകരിൽ ഒരാൾ ഇന്ന് ഫേസ്ബുക്കിലൂടെ, സാമൂഹ്യ മാധ്യമത്തിലൂടെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ശ്രീ ഹരിദാസ്. കടക്കലിൽ നിങ്ങൾ ഒന്ന് വണ്ടി തടഞ്ഞു നോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതിനൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുകയല്ലേ അദ്ദേഹം, എന്നിട്ട് അവരെ ന്യായീകരിക്കുകയും ചെയ്യാണ്. ഗവർണർ ഒരു രാഷ്ട്രീയക്കാരനല്ലേ? ഇത്തരം പദപ്രയോഗങ്ങളും ഇത്തരം സമാധാനപരമായ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താൻ പോലീസിനെ നിയോഗിക്കാൻ പറയാൻ പാടുണ്ടോ? ഇദ്ദേഹം ഏത് വിഡ്ഢികളുടെ ലോകത്തിലായി ജീവിക്കുന്നത്? ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമായൊരു ഭരണാധികാരിയാണെന്നുള്ള ബോധം പോലും ഈ മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയി. ആരാണ് ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നത്? ശ്രീ അനിൽ നമ്പ്യാർ. കോടിക്കണക്കിന് രൂപ പ്രതിമാസ ശമ്പളം കൊടുത്തുകൊണ്ട് വലിയൊരു വൃന്ദത്തെ, വിവരാവകാശ നിയമപ്രകാരം ഇപ്പം അതിൻ്റെ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല, എല്ലാവരും സൗജന്യമായിട്ടാണ് ഉപദേശം. ആ സൗജന്യമായ ഉപദേശത്തിൻ്റെ ദോഷമാണിത്. കടക്കല്ല മറ്റേ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള പോസ്റ്റർ കണ്ടു. ഒരു മുഖ്യമന്ത്രിയോടുള്ള വിധേയത്വം, ഞങ്ങൾ തൊമ്മിമാരാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള വിധേയത്വം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടുള്ള ആ വാട്സപ്പ് മെസ്സേജ് കണ്ടപ്പോൾ സത്യത്തിൽ ഈ കേരളത്തിൽ ജനിച്ചു പോയല്ലോ എന്ന നിലയിൽ എനിക്ക് അപമാനമാണ് തോന്നിയത്. ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ നമ്മൾക്കൊന്നുമില്ലാത്ത സംരക്ഷണം, നാട്ടുകാരുടെ പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ, വാളയാറിലും വണ്ടിപ്പെരിയാറിലും മരിച്ച 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തൊരു സർക്കാരാണ്. അവരും ആ പ്രതികളും
പാർട്ടി പ്രവർത്തകരാണെങ്കിൽ അവർക്കും ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമെന്ന് നമുക്ക് തെളിയിക്കപ്പെട്ടതാണ്. വാളയാറിൽ മരിച്ച പെൺകുട്ടികളുടെ വിഷയവുമായി നടന്ന ചർച്ച നടക്കുമ്പോൾ അതിൽ ഒരു അഡ്വക്കേറ്റ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു അഡ്വക്കേറ്റ് MP രാജേഷിൻ്റെ ബന്ധുവിനെ ആ കൊലപാതകത്തിലും ആ പീഡനത്തിലും പങ്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ലൈനിൽ വന്നിട്ടുണ്ടായിരുന്നു, ഫോണിൽ വന്നു ആ ചാനൽ ചർച്ചയിലേക്ക്. എനിക്ക് പങ്കെടുക്കണം, എനിക്ക് മറുപടി പറയണം. എന്നിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, വക്കീലെ നിങ്ങൾക്ക് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കാൻ പോവാണ്, 10 കോടി രൂപ എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഒരു വക്കീൽ നോട്ടീസ് കിട്ടി. അദ്ദേഹം യൂട്യൂബിൽ ഒരു ചാനലിൽ കൃത്യമായിട്ട് വരുന്ന വ്യക്തി ആ വക്കീൽ നോട്ടീസ് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ വക്കീൽ നോട്ടീസിൽ ഒതുങ്ങി. എന്തേ മുൻപോട്ട് പോവാഞ്ഞത്? മുൻപോട്ട് പോയാൽ സത്യങ്ങൾ പുറത്തു വരും. ഇപ്പോൾ വണ്ടിപ്പെരിയാറിലുണ്ടായതെന്താ? പ്രതി DYFI പ്രവർത്തകനാണ് എന്നതുകൊണ്ട് പ്രോസിക്യൂഷനും കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനും അവർക്ക് അനുകൂലമായി നിന്നു. ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കാതെ പോയതിന് പോലും ഈ മുഖ്യമന്ത്രിയും ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും അവരുടെ യുവജന സംഘടനകൾക്കുമാണ് പങ്കെന്ന് കേരളം ഉറച്ചു വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഈ മുഖ്യമന്ത്രിക്കെതിരായി പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്.